ഇതുപോലൊരു നശിച്ച ദിവസം നാരെയാണോ കണി കണ്ടത്? നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. ഇതുവരെ ഒരു കോടതി വരാന്തേലും കാല് കുത്തിയിട്ടില്ലാത്തവനായ നിങ്ങളൊക്കെ പിന്നെ ഓഫീസിൽ എന്ത് മലയാ മറിക്കുന്നേ? 3-4 രജിസ്റ്റർ സൂക്ഷിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണോ ഒന്ന് കുത്തിയിരിക്കുന്നേ? അല്ലെങ്കിലും തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. എന്തെങ്കിലും ചെയ്ത് തുലയ്ക്ക്. അറിയാൻ പാടില്ലെങ്കിൽ വന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അല്ലേട്ടാ ഒന്നും പറയണ്ട. ഇനി മേലാൽ ഇതുപോലുള്ള നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് എന്നെ വലിച്ചെഴുത്താനുണ്ടല്ലോ. പണി വിടറോ. എന്റെ ഗുരുവായൂരപ്പ, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം അല്ലാതെ മനസ്സമാധാനത്തോടെ കഴിഞ്ഞിരുന്നതാ. ആ ഓഫീസർ ഒന്ന് ചാർജ് എടുത്തു, മനുഷ്യൻ ഇരിക്കെ പുറത്തില്ലാതായി. ആരാ വന്നത്? എന്താ കാര്യം? ദേ, നിങ്ങളുടെ അയൽവക്കക്കാരുണ്ടല്ലോ, ആ ലേബർ ഓഫീസർ. എന്നാൽ ഇതുപോലൊരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും നൊട്ടിലൊടക്കെന്ന് പറഞ്ഞ് തുടങ്ങും മനുഷ്യനെ മെനക്കെടുത്ത്. ഇന്നലെ ഒരു തലവേദന കഴിഞ്ഞേ ഉള്ളൂ, ദേ ഇന്ന് തുടങ്ങി. നാളെ നമ്മുടെ ഫാക്ടറിയിലെ സ്ട്രൈക്കിന് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുക. ഈ അതൊന്ന് തീരുമോ എന്തോ. എനിക്ക് അവരെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നിയത്. അയ്യടി, ഒരു പാവം. അത് കിടന്നുറങ്ങുമ്പോഴായിരിക്കും. അന്നേ ഞാൻ ജയേട്ടനോട് പറഞ്ഞതാ ഇതുപോലെ നക്കാപ്പിച്ചും കൂടി അവസാനിപ്പിക്കാൻ. അപ്പോഴാ ജയേട്ടന് ഒരിക്കലില്ലാത്തൊരു പ്രിൻസിപ്പിൾ. അവര് ശങ്കർ വിചാരിക്കുന്ന പോലുള്ള ഒരു സ്ത്രീ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് അവർ വാങ്ങിച്ചില്ലെങ്കിലോ? ഒടുവിൽ അത് ഉപദ്രവമായാൽ? അതായിരിക്കും ജയേട്ടന് ചെയ്യാത്തത്. സന്ധ്യക്ക് എന്തറിയാം ഈ വർഗത്തിനെ കുറിച്ച്? കാള വാല് വെക്കുമ്പോ അറിയില്ല എന്തിനാണെന്ന്. ദേ, ഇവരുടെ വാശിയും കടുപിടുത്തമൊക്കെ എന്തിനാണെന്നറിയോ? ഉള്ളത് ബൾക്കായിട്ടെങ്കിൽ പോരട്ടെന്ന് കരുതിയാ. ശങ്കർ, ആളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ ഒന്നും പറയരുത്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അമ്മ ഇവിടെ വന്നു? ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്നേ മർ. ഇതൊരു സെറ്റ് പേനയാണ്. എന്റെ ഫ്രണ്ട് ജപ്പാനിൽ നിന്ന് വന്നപ്പോ തന്നതാണ്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. മായക്കാമ്പോൾ ഇത് ആവശ്യം ഉണ്ടാവുമെന്ന് കരുതി. വേറൊന്നുമല്ല, ജസ്റ്റ് എ കോംപ്ലിമെന്റ്. താങ്ക്സ്. ഗോപൻ ഇത് അമ്മയ്ക്ക് കൊടുത്തൂടെ? എഴുത്തുകാർക്കല്ലേ പേനയുടെ ആവശ്യം? അമ്മയ്ക്ക് എഴുതാൻ സമയം വേണ്ടേ? അവർ ഈയിടെയായിട്ട് യാതൊന്നും എഴുതാറില്ല. ഓ, ഞാനിത് കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യസാധ്യനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനിക്കങ്ങനെ യാതൊരു ദുരുദ്ദേശവും അല്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. ഇറ്റ്സ് എ റയർ പീസ്. ഏതായാലും ഞാൻ കൊണ്ടുവന്നല്ലേ. തിരിച്ചു കൊണ്ടുവന്നത് ശരിയല്ലല്ലോ. മായക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ വലിച്ചെറിയും. ഞാൻ പറ്റേ. നാൽപ്പത്തഞ്ച് പ്ലസ് 65 എത്രയാ? 110. വെരി ഗുഡ്. 65 മൈനസ് 98 എത്രയാ? 65 മൈനസ് 98. അതെ. 65-ന് 98 പോലെ മച്ചേ. ആര് പറഞ്ഞു പോയില്ലെന്ന്? പോയില്ലെങ്കിൽ പോയിപ്പിക്കണം. മനസ്സിലായോ? അടുത്തൊന്ന് കടം മേടിക്കണം. ശരി. മോൾ അവിടെ നിന്ന് കടം മേടിക്ക്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനൊന്ന് ലാബറട്ടറി പോയിട്ട് വരാം. വയറൊഴിഞ്ഞു പോയപ്പോ എന്തൊരു സുഖം. പരമാനന്ദ സുഖത്തെ പറവതി നെളുതാമോ.
എഴുതി കഴിഞ്ഞോ? ഇല്ല, എഴുതിക്കൊണ്ടിരിക്കുക. കഴിയുമ്പോ മാസ്റ്ററെ ഒന്ന് വിളിക്കണം കേട്ടോ. ശരി മാസ്റ്റർ. ആ. അയ്യ. അയ്യോ. ഛെ. എന്തു പറ്റി പക്ഷേ? ഞാനേ ഇതിലൊന്ന് കിടന്നു, അപ്പൊ തുടങ്ങിയതാ ഈ ചൊറിച്ചില്. ഇതില് മുഴുവൻ നായക്കണ്ണപ്പൊടിയാ. നായ്ക്കറിനപ്പൊടിയോ? ആ. ഓ. അതെങ്ങനെ ഇവിടെ വന്നു? ആ, എനിക്കറിയാൻ മേല. ചിന്നു, എഴുന്നേക്ക്. ഇതാരാ ഇവിടെ കൊണ്ടിട്ടത്? പറയാ, നിനക്ക് എവിടെ കിട്ടി? സ്കൂളിൽ നിന്ന് ഒരു കുട്ടി തന്നതാ. നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവിട്ടത്? വേണ്ട സാറേ, വേണ്ട, തല്ലണ്ട. അവള് കുഞ്ഞല്ലേ, വേണ്ട. മാഷ് പോയി മേലെഴുതിട്ട് പോ. മാഷേ, അല്ല സാറേ, മാഷോട് പോയി മേലെഴുതിട്ട് വരാനാ പറഞ്ഞത്. എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? അത് അത് നീ പറയില്ലല്ലേ? ഓടിവിടും. ചെയ്യോ ചെയ്യോ? കരയത് മോളെ, കരയത്. എന്താ ചേട്ടാ ഇത്? കണ്ടിട്ട് സഹിക്കുന്നില്ല. ഡാഡി, ഡാഡി, ഡാഡി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഡാഡി, ഡാഡി അടിച്ചത് മോക്ക് നൊന്തില്ല ഡാഡി? ടീച്ചറെ, ടീച്ചറെ ഒന്ന് നോക്കൂ. ടീച്ചർ സ്കൂളിൽ പോവാ? അതെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ടീച്ചർക്ക് വിഷമം തോന്നുന്നു? വിഷമം തോന്നുന്നു? ചോദിക്കൂ. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കൂ. ടീച്ചർ എന്തിനാ ദിവസവും ദിവസവും സ്കൂളിൽ പോണേ? തനിക്ക് തലയ്ക്ക് വല്ല പ്രാന്തുണ്ടോ? പോടോ. എന്റെ സമയം ശരിയല്ലെന്നാ തോന്നണേ. എന്തൊരു നല്ല സിനിമയാണെന്ന് കേട്ടല്ലോ. എനിക്ക് സമയം കിട്ടിയില്ല. വില സിനിമ കണ്ടോ? ഓ, ഞാൻ പടം കണ്ടിട്ട് കൊറേ കാലങ്ങളായി. പിന്നെ വീട്ടിലേക്കല്ലേ? കേറിക്കോളൂ. ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു വെച്ചോളാം.
എന്നാ അമ്മ കയറും. വിലാസിനിമ കയറിക്കോളൂ. അമ്മേ, ഈ കുട്ടി അല്പം റിസർവ് ടൈപ്പ് ആണല്ലോ. ഇരിക്കൂ. മോളെന്തിനാ ഇന്നലെ കരഞ്ഞത്? മോളിന്നലെ സ്വപ്നം കണ്ട് കരഞ്ഞതാ അല്ലേ ആന്റി? അത് മോളിന്നലെ വീണപ്പോ ഉറങ്ങിയതാ അല്ലേ ആന്റി? നാമം മെല്ലെ മെല്ലെ. നാമം സന്ധ്യയുടെ കാലിന് ചെറുപ്പത്തിലെ പോളിയോ വന്നതാ. ഓ, ഒരു കപ്പ് കാപ്പി എടുക്കട്ടെ? തന്ന കുടിക്കാതെ പോവില്ല.